ആൾക്കൂട്ടം പിന്നാലെ പാഞ്ഞിട്ടും ഒന്നും കൂസാതെ ഒരേ ഒരു ലക്ഷ്യവുമായി കാട്ടാന. ഒടുവിൽ ഷട്ടർ തകർത്ത് അരിച്ചാക്കുമായി ഉള്ളിക്കാരൻ പുറത്തേക്ക്. അരിക്കൊമ്പൻ എന്ന ഹാഷ്ടാഗിലാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇത് നിറയുന്നത് കേട്ടോ. দৌড়াচ্ছে কিন্তু পাইনি। ജിജിൻ ചേരുന്ന വിവരങ്ങളുമായി. ജിജിൻ, ഗുഡ് മോർണിംഗ്. അരിക്കൊമ്പന്റെ പേരിൽ എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് അല്ലേ? പക്ഷേ ഈ വീഡിയോയിൽ മറ്റേതോ ഭാഷ, ഹിന്ദിക്ക് സമാനമായ മറ്റെന്തോ ഭാഷയാണ് കേൾക്കുന്നതെന്ന് തോന്നുന്നു. ഇതേതായാലും നമ്മുടെ അരിക്കൊമ്പനാവാൻ സാധ്യതയില്ല. ഗുഡ് മോർണിംഗ് മോത്തി. അരിക്കൊമ്പൻ ഇത് ഞാനല്ല എന്ന് പറയേണ്ടി വരുന്നൊരു ഗതികേടാണ് അരിക്കൊമ്പൻ ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സംഭവം നടക്കുന്നത് പശ്ചിമബംഗാളിലാണ്. പശ്ചിമബംഗാളിലെ മേദിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. കക്ഷിയെ കണ്ടാൽ അരിക്കൊമ്പനെ പോലെ ഇരിക്കുമെങ്കിലും പുള്ളിക്കാരൻ്റെ പേര് രാംലാല എന്നാണ്. രാംലാല ഇത്രയും ആൾക്കൂട്ടം തൊട്ടടുത്ത് ഒരു മറ്റേ പശുവിൻ്റെയൊക്കെ അടുത്ത് ആളുകൾ വന്ന് നിൽക്കുന്നത് പോലെയാണ് ഒരു കാട്ടാനയുടെ ചുറ്റും ആളുകൾ നിൽക്കുന്നത്. ആളുകളിടയ്ക്ക് തുണിയൊക്കെ വലിച്ചെറിയുന്നുണ്ട്, കമ്പുകൾ വലിച്ചെറിയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കൂസാതെ തൻ്റെ ലക്ഷ്യം എന്താണോ അത് മാത്രം ഉന്നം വെച്ച് മുന്നോട്ട് പോവുകയാണ്. മേദിപ്പൂരിലെ FCI ഗോഡൗൺ ആണ് പുള്ളിക്കാരൻ്റെ ലക്ഷ്യം. ആ ഗോഡൗണിലേക്ക് എത്തി ആ ഗോഡൗണിൻ്റെ ഷട്ടർ തുമ്പിക്കൈ കൊണ്ട് അടിച്ചു തുറക്കും. അടിച്ചു തുറന്നതിന് ശേഷം അവിടെ നിന്ന് ഒരു ചാക്ക് അരി എടുത്ത് പുറത്തിടും. ആ അരി പുറത്തിടുന്ന സമയത്തും ആൾക്കാർ ബഹളം വയ്ക്കുകയും എറിഞ്ഞോടിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊന്നും കൂസാക്കാതെ അരിച്ചാക്കിൽ നിന്ന് അരിയെടുത്ത് തിന്ന് അവൻ മുന്നോട്ട് പോവുകയാണ്. ആ പ്രദേശത്ത് വലിയ ആൾക്കാർക്ക് വലിയ ശല്യമൊന്നും ഇല്ലാത്തൊരു ആനയാണ്. വലിയ ജനപ്രിയനാണ്. നമ്മുടെ മൂന്നാറിലെ പടയപ്പയെ പോലെ അവിടെ വാഹനങ്ങൾ തടഞ്ഞ് അതിൽ നിന്ന് ഭക്ഷണങ്ങൾ എടുത്ത് കഴിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. ആൾക്കാർക്ക് നേരെയുള്ള ആക്രമണങ്ങളൊന്നുമില്ല. എന്തായിരുന്നാലും ഇത് അരിക്കൊമ്പനല്ല, ഇയാളുടെ പേര് രാംലാല. ജിജിൻ, ഞാനൊരു കാര്യം ആലോചിക്കുകയായിരുന്നു. എങ്ങാനും അരിക്കൊമ്പൻ അപകടത്തിൽ പോലും ഇതൊന്നും കാണല്ലേ, അബദ്ധത്തിൽ പോലും ഈ വീഡിയോ കാണല്ലേ എന്ന്. കാരണം ഇനി എങ്ങാനും കണ്ടാൽ ഈ റീറ്റെയിൽ ഷോപ്പുകൾ വിട്ട് കക്ഷി FCI ഗോഡൌണിനെ ലക്ഷ്യം വെച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. അതായത് പടയപ്പയെ സംബന്ധിച്ച് ആ മേഖലകളിൽ FCIയുടെ വലിയ ഗോഡൗണൊന്നും ഇല്ലാത്തത് പടയപ്പയെ സംബന്ധിച്ചല്ല, അവിടെയുള്ള നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. പടയപ്പ ഈ റേഷൻ കടയും അല്ലറച്ചില്ലറ കടകളും തട്ടുകടകളിലെ കരിക്കുമൊക്കെയാണ് പടയപ്പയുടെ ഇഷ്ടഭോജനം. നമ്മുടെ അരിക്കൊമ്പനായിരുന്നു ഇതിൽ ഒരു അഗ്രഗണ്യൻ. അരി എവിടെ ഉണ്ടെങ്കിലും പുള്ളിക്കാരൻ അവിടെ കണ്ടുപിടിച്ചെത്തും. ഈ ആനയുടെ ഒരു ശൈലി എന്ന് പറയുന്നത് 18 കിലോമീറ്റർ ദൂരത്തിൽ വരെ മണം പിടിച്ചെടുക്കാനുള്ള കഴിവ് ആനകൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ദൂരത്തിലേക്കൊക്കെ ആനകൾ സഞ്ചരിക്കുന്നത്. ഇത് ഈ വനമേഖലയിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള പ്രദേശത്താണ് ഈ ഗോഡൗൺ ഉള്ളത്. അവിടെ അത്രയും ദൂരം സഞ്ചരിച്ചാണ് ഈ ആന എത്തിയത്, ഈ ബംഗാളിലെ അരിക്കൊമ്പൻ എത്തിയത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൻ തരംഗമാണ്. ഫേസ്ബുക്ക് തുറന്നാൽ അരിക്കൊമ്പൻ എന്ന ഹാഷ്ടാഗോടുകൂടി ഈ ദൃശ്യങ്ങൾ പ്രചരിക്കുകയാണ്.